ഹലോ. ഇന്ന് നേരം വെളുത്തപ്പേ ഭയങ്കര പണിയാണ് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു 6 മണിയെല്ലാം ആയപ്പോഴത്തേക്കും അലാറം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അവിടെ ഓഫാക്കിയിട്ട് ഞാൻ പിന്നെയും കയറി കിടന്നുറങ്ങി കേട്ടോ. പിന്നെ എന്നിട്ട് ഭയങ്കര പണിയാവും. ചോറ് വെക്കലും കറി വെക്കലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സുജീഷേട്ടൻ്റെ കൂടെ ഒന്ന് കണ്ടത്ത് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ ആകുമ്പോൾ എന്നെ കൂട്ടൂലായിരിക്കും കേട്ടോ. അതാ പിന്നെ ഞാൻ അത് ഓഫാക്കിയിട്ട് പിന്നെയും കിടന്നുറങ്ങി. വേഗം ഞാൻ പിന്നെ അരി ഇട്ട് കേട്ടോ. വേഗം ഇന്ന് രാവിലെ കടിയൊന്നും ആക്കിയില്ലായിരുന്നു, പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂട്ടി ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം ചോറും കറിയാക്കി വെച്ചില്ലെങ്കിൽ പാടാ. എന്നിട്ട് ഇതിപ്പോൾ ചോറ് തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് റൈസ് കുക്കറിനകത്തോട്ട്. പക്ഷേ എൻ്റെ ആ മൂടി കണ്ടില്ല, ചെറിയൊരു ഓട്ട വന്ന്. എന്നിട്ട് വേഗം അരിയെല്ലാം ഇട്ട് പിന്നെ ഞാൻ എന്താക്കി, വേഗം ഈ ഈ എണ്ണയെല്ലാം വെക്കുന്ന ചെറിയ ഈ പരിപ്പ് ഇങ്ങനെയൊക്കെ സാധനമൊക്കെ വെക്കുന്നിടത്തെ ഫുള്ള് എണ്ണേൻ്റെയൊക്കെ വീണിട്ട് ഞാൻ എന്നും വിചാരിക്കും അത് മാറ്റണം എന്ന് വിചാരിക്കും. അത് നടക്കുകയില്ല. ഇപ്പം മാറ്റാം പിന്നെ മറന്നു പോകുന്ന കേട്ടോ. അപ്പം ഞാൻ കയ്യോടെ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ അതും കൂടി അങ്ങ് മാറ്റിയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ച് വേഗം ഇറക്കി വെച്ച്. പിന്നെ ഇന്നലെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേഗം എടുത്ത് വെച്ച് ഞാൻ ഫ്രീസറിലല്ല വെച്ചത്. അതുകൊണ്ട് പിന്നെ അധികം തണുപ്പില്ലായിരുന്നു കേട്ടോ, ഐസ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്താക്കി, മുറിച്ച് കൊണ്ടുവന്നുകൊണ്ട് വേഗം അതും വേഗം വെള്ളത്തിലോട്ടങ്ങ് എടുത്തിട്ട് വേഗം കേബേജ് വേഗം അരിഞ്ഞ് അതും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേഗം അതും കൂടി വേഗം വെള്ളത്തിലിട്ട് വെച്ച് കിട്ടോ. അപ്പോഴത്തേക്കും മീനൊക്കെ നല്ല വൃത്തിയാക്കി വേഗം തേങ്ങ അരച്ച് കറി വെച്ച് കിട്ടോ. കേതൾ മീനായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തേങ്ങ അരച്ച് കറിയും വെച്ച് വേഗം പരാന്ന് പണിയാണ്. ഇങ്ങനെ പരപരാന്ന് തന്നെ ചീത്തയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം ഉപ്പേരിയും വെച്ച് വേഗം കറിയാക്കി അങ്ങ് വെച്ചിട്ടോ. പിന്നെ വറുക്കാനുള്ളതും കൂടി അങ്ങ് വറുത്ത് വെച്ച് പിന്നെ ഞാൻ എടുത്ത് വെച്ചേ വറുക്കാനുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു വന്നോട് ഇതൊന്നും നമ്മൾ വന്നോടും പിന്നെ വറുത്തിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിക്കും. അപ്പം ആണുങ്ങൾ അങ്ങനെയല്ല, വേഗം വന്നു കഴിഞ്ഞാൽ ചോറെടുക്ക് വറുത്തില്ലേ നീ എന്നൊക്കെ പറയും. അപ്പം എന്താക്കി, ഞാൻ വറുത്തും കൂടി വെച്ചിട്ട് അങ്ങ് പോയിട്ട് വന്നാൽ ചൂടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. എന്നെ പരപരാവും ചീത്തയും പറഞ്ഞുകൊണ്ടാണ് പോയത് തന്നെ, നേരം വൈകിട്ട്. എന്നിട്ട് പോയിട്ട് അവിടെ കുമ്മായം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ സുജീഷേട്ടൻ പിന്നെ കൊലപ്പണിക്ക് പോകുന്ന അവിടുത്തെ മുതലാളീൻ്റെ വീടാട്ടോ. തൊട്ടിപ്പുറത്ത് അവരെ വണ്ടിയൊക്കെ ഇടുന്നതാണ്. അവിടെയാണ് വണ്ടി പുറത്തോട്ട് ഇറക്കി വെച്ചിട്ട് അവിടെ നിന്നാണ് കുമ്മായെല്ലാം ശരി. പിന്നെ ബൈക്കിലോ സ്കൂട്ടിക്കകത്തോ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ അല്ല മുതലാളീൻ്റെ ജീപ്പ് തന്നെ എടുത്ത് കേട്ടോ. അവരും നമ്മളും കൂടിയാണ് ഷെയർ. ഈ വാഴ വെച്ചോളൂ, അതാണ് കണ്ടോ. പിന്നെ സുജീഷേട്ടൻ ആ വളം വാരിയിടുന്നു, പിന്നെ ഇതാ ഞാൻ വാരിയിടുന്നു. പണിയോട് പണി. അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എൻ്റെ കാല് രണ്ടും പോയി, എൻ്റെ നടുവും പോയി. അങ്ങനെ പണി കുറേ ആയി എടുത്തിട്ട്. സുജീഷേട്ടൻ്റെ വീട്ടിലുള്ളപ്പം ഒന്നിച്ച് പോയപ്പം അങ്ങനെ പണിയെടുക്കാൻ പോയത്. പിന്നെ പോയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ എന്നെ ഇപ്പോഴാണ് കൂട്ടുന്നത് പണിക്ക്. അപ്പം അങ്ങനെ കുറേ ദിവസം കൂടി പോകുമ്പോൾ നമുക്ക് വല്ലാതെ വേദന എടുക്കില്ല. എന്നിട്ട് ഞാൻ വളമിട്ട് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ തലേൻ്റെ മണ്ടയിൽ കൂടെ 2 തുമ്പിയില്ലേ, അതിങ്ങനെ പറന്ന് രണ്ടും കൂടി ഇങ്ങനെ ഇതായിപ്പോയി. അതൊരു കുടുക്ക് കെട്ടായിപ്പോയി കേട്ടോ. എന്നിട്ട് ഞാൻ എന്തൊക്കെയാ അത് സുജീഷേട്ടനെ കൊണ്ടു കൊടുത്തപ്പോൾ അത് ശരിയായി. അതിനെ എറ്റിങ്ങൾ പിടിപ്പിക്കുന്ന അറ്റിങ്ങൾ രണ്ടും. പിന്നെ ഇതാ ഈ തോടില്ലേ, ചുറ്റും തോടാട്ടോ. ഇതിൻ്റെ ഫുള്ള് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇതിനേക്കാളും വെള്ളം ഉണ്ടായിരുന്നു മഴയത്ത് നിന്ന്. നല്ല വെള്ളമായിരുന്നു, ഇങ്ങോട്ട് കണ്ടതിലോട്ട് കയറുന്നുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.